നമസ്കാരം. TCV ടോപ്പ് 10 ന്യൂസിലേക്ക് സ്വാഗതം. താനൂർ നടക്കാവിൽ വീണ്ടും അപകടം. ഗ്യാസ് സിലിണ്ടർ കയറ്റി പോകുകയായിരുന്ന ലോറിയും മിനി പിക്കപ്പ് ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ചു. ഒരാൾക്ക് ഗുരുതരമായി പരിക്കേറ്റു. പുലർച്ചെ 5:30യോടെയാണ് അപകടം നടന്നത്. മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. പഞ്ഞമാസത്തിനപ്പുറം സമൃദ്ധിയുടെ വിളികളുമായി ഇന്ന് ചിങ്ങമൊന്ന്. മലയാളികൾക്ക് ഇന്ന് പുതുവർഷാരംഭമാണ്. പഞ്ഞക്കർക്കിടകം മാറി ചിങ്ങപ്പുലരി പിറക്കുന്നതോടെ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ദിനങ്ങളാണ് ഓരോ മലയാളിക്കും. കൊറോണ മഹാമാരിക്കിടയിലും പ്രതീക്ഷയോടെ പൊന്നിൻ ചിങ്ങത്തെ വരവേൽക്കാനൊരുങ്ങുകയാണ് ഓരോ മലയാളി. ഹോട്ടൽ മേഖലയിലെ തൊഴിലാളികൾക്ക് ക്ഷേമ പദ്ധതികൾ തുടങ്ങണമെന്ന് UHRAS ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ജീവനക്കാർക്ക് മിനിമം വേതനം ഉറപ്പുവരുത്തുകയും എല്ലാ ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും PF, ESI തുടങ്ങിയ ആനുകൂല്യങ്ങൾ നിർബന്ധമാക്കുകയും ചെയ്യണമെന്ന് ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. മദ്യം ഇനി ഓൺലൈനായി ലഭിക്കും. സംസ്ഥാനത്ത് തെരഞ്ഞെടുത്ത മദ്യവിൽപ്പനശാലകളിൽ ഓൺലൈൻ മദ്യവിൽപ്പന ആരംഭിച്ചു. മദ്യശാലകളിലെ തിക്കും തിരക്കും കുറയ്ക്കുന്നതിന് വേണ്ടിയാണ് നടപടി. തിരുവനന്തപുരം, കോഴിക്കോട് ജില്ലകളിലാണ് ആദ്യഘട്ടത്തിൽ ഓൺലൈൻ മദ്യവിൽപ്പന ആരംഭിച്ചിട്ടുള്ളത്. പരപ്പനങ്ങാടിൽ 26 ഗ്രാം MDMA-യുമായി യുവതിയടക്കം 2 പേർ പിടിയിൽ. കോഴിക്കോട് സ്വദേശികളായ മുഷാഹിദ്, റജീന എന്നിവരെയാണ് പരപ്പനങ്ങാടി എക്സൈസ് സംഘം പിടികൂടിയത്. ഓട്ടോറിക്ഷയിലാണ് മയക്കുമരുന്ന് എത്തിച്ചത്. ഓട്ടോയും കസ്റ്റഡിയിലെടുത്തു. ഫിഷറീസ് വകുപ്പ് താനാളൂർ ഗ്രാമപഞ്ചായത്തുമായി ചേർന്ന് നടപ്പിലാക്കി വരുന്ന സുഭിക്ഷ കേരളം പദ്ധതിയുടെ വീട്ടുവളപ്പിലെ കുളത്തിൽ മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് K. മല്ലിക ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ ബുക്സ് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടി കൊച്ചു സഹോദരങ്ങൾ. താനൂർ സ്വദേശി പുതിയകത്ത് സിദ്ദിഖ് ഷഹാന ദമ്പതികളുടെ മക്കളായ 10 വയസ്സുകാരൻ മുഹമ്മദ് ഷാസിനും 6 വയസ്സുകാരി ഫാത്തിമ സനയുമാണ് ഓർമ്മശക്തിയിൽ റെക്കോർഡ് ബുക്കിൽ ഇടം പിടിച്ചത്. ഓൺലൈൻ പഠന സൗകര്യമില്ലാത്ത വിദ്യാർത്ഥികൾക്ക് KSTയുടെ നേതൃത്വത്തിൽ വീട്ടിലൊരു വിദ്യാലയം പദ്ധതിക്ക് താനൂരിൽ തുടക്കമായി. പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനം താനൂർ ആയിരമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിൽ മന്ത്രി V. അബ്ദുറഹ്മാൻ നിർവഹിച്ചു. കോളാടി ഗോവിന്ദൻകുട്ടി രാഷ്ട്രീയത്തിലെ മാതൃകാ പുരുഷനായിരുന്നുവെന്ന് MT വാസുദേവൻ നായർ അഭിപ്രായപ്പെട്ടു. യുവകലാ സാഹിതി ഏർപ്പെടുത്തിയ ഈ വർഷത്തെ കോളാടി ഗോവിന്ദൻകുട്ടി സ്മാരക സമഗ്ര സംഭാവന പുരസ്കാരം ഏറ്റുവാങ്ങി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇടതുപക്ഷ സർക്കാരിന്റേത് ന്യൂനപക്ഷ വിദ്യാർത്ഥി വിരുദ്ധ സമീപനങ്ങളെന്ന് വിവാദ ഉത്തരവ് കത്തിച്ച് ചെറിയമുണ്ടം പഞ്ചായത്ത് MSF കമ്മിറ്റിയുടെ പ്രതിഷേധം. ചെറിയമുണ്ടം വില്ലേജ് ഓഫീസിന് മുമ്പിലാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത്. ഇതോടെ ടോപ്പ് 10 ന്യൂസ് സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.